ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ചക്കക്കുരു കൊണ്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. കഴിച്ചു തുടങ്ങിയാൽ നമുക്ക് നിർത്താനേ തോന്നില്ല, അത്രയും ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണിത്. എല്ലാവർക്കും ഇഷ്ടാവും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരത്തിന് വേണ്ടി കുറച്ച് ചക്കക്കുരു കുക്കറിലിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ഇവിടെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കിഴങ്ങൊക്കെ വെന്ത് കിട്ടുന്ന അതേപോലെ തന്നെ ഈ ഒരു ചക്കക്കുരും നല്ല പോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. കൈകൊണ്ട് തൊടുമ്പോഴത്തേക്ക് ഇതാ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ചക്കക്കുരു വേവിച്ചെടുക്കുക. എന്നതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഫോർക്ക് സ്പൂൺ വെച്ചിട്ടോ ഇതുപോലെ ഉടച്ചെടുക്കുക. വല്ലാണ്ട് മാവ് പോലെ അങ്ങ് ഉടച്ചെടുക്കരുത്. ചെറുതായിട്ട് തരിതരിപ്പോട് കൂടി വേണം ഇത് ഉടച്ചെടുക്കാനായിട്ട്. എങ്കിലേ ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിതാ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സബോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഓരോരുത്തരുടെ എരിവിനും ടേസ്റ്റിനും അനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികമായിട്ട് വെളുത്തുള്ളി ഇഞ്ചി ഒന്നിച്ച് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ചക്കക്കുരു കുറച്ച് ഗ്യാസൊക്കെ ഉള്ള ഒരു ഐറ്റംസ് ആയതുകൊണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വയറ്റിൽ ഗ്യാസിൻ്റെ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. അതേ കപ്പ് അളവിൽ തന്നെ വറുത്ത അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നാലാണ് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇനി അരിപ്പൊടിക്ക് പകരം കോൺഫ്ലവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി 1.5 സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 സ്പൂൺ പെരുംജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം ഇത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചെടുക്കാം. ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിൽ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ വെള്ളം തന്നെ മതിയാവും. ചക്കക്കുരുവിന്റെ നനവും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്രയും വെള്ളം തന്നെ മതി. നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടും. ഇതുപോലെ കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. മാവ് ഒരുപാട് അങ്ങ് ലൂസായി പോവരുത്, കുറച്ച് ടൈറ്റ് ആയിട്ടിരിക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവാണ്. ഇപ്പൊ ഞാനിതാ ആ ഒരു പരുവത്തിൽ തന്നെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ചായിട്ട് ഈ ഒരു രീതിയിൽ എടുത്തിട്ട് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിക്കും. കുറച്ച് നേരം ഒന്ന് ചൂടായതിനു ശേഷം മാത്രം വേണം ഇതുപോലെ ആക്കി കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പൊക്കെ വിട്ടുപോകും. ഇപ്പം ഞാനിതാ നല്ലപോലെ ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെന്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പകുതി വേവായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു മണത്തിന് വേണ്ടി കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം ഇതിന്റെ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടാനായിട്ട് ഇങ്ങനെ ചെയ്യണം. ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നിട്ട് ഇത് വേവിച്ചെടുക്കുക. ഫ്ലെയിം കൂട്ടുകയും കുറയ്ക്കുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എത്ര ട്രിപ്പാണോ ഇതിട്ട് വേവിച്ചെടുക്കുന്നത് അപ്പോഴെല്ലാം ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാം ഒരേപോലെ വെന്ത് കിട്ടും. അതുപോലെ തന്നെ ഇത് അധികം എണ്ണ കുടിക്കാത്ത പലഹാരമാണ്. ഇപ്പോൾ ഇതാ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ ചക്കക്കുരു കൊണ്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള മുരുമുരാന്നിരിക്കുന്ന എണ്ണ കുടിക്കാത്ത ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.